Good morning, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് ഈ ക്ലാസ് തുടങ്ങാം. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്? ജനറൽ ഹെൽത്ത് അസസ്മെന്റ്. ജനറൽ ഹെൽത്ത് അസസ്മെന്റ് ആൻഡ് ഹിസ്റ്ററി ടേക്കിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഹിസ്റ്ററി ടേക്കിംഗ്. History taking depicts the data given by the client. Client തന്നെ നമുക്ക് ഷെയർ ചെയ്തു തരുന്ന ഡേറ്റയാണ് ഹിസ്റ്ററി ടേക്കിംഗിലുള്ളത്. ഫിസിക്കൽ എക്സാമിനേഷനിൽ പ്രധാനമായിട്ടും ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, സിസ്റ്റമിക് ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അതിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ അഥവാ ശാരീരിക പരിശോധനയുടെ സമയത്ത് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട റോള്, റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഫിസിക്കൽ അസസ്മെന്റ്. ദിസ് മെയിൻലി ഇൻക്ലൂഡ്സ് പ്രിപ്പയറിംഗ് ദ എൻവയോൺമെന്റ്, പ്രിപ്പയറിംഗ് ദ എക്യുപ്മെന്റ്, പ്രിപ്പയറിംഗ് ദ ക്ലയന്റ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ പ്രിപ്പറേഷൻ ആൻഡ് സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. പ്രിപ്പയറിംഗ് ദ എൻവയോൺമെന്റ് അഥവാ ശാരീരിക പരിശോധന നടക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ മുറി, അത് നടക്കുന്ന സ്ഥലം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്രിപ്പയറിംഗ് ദ എക്യുപ്മെന്റ്, ഏതൊക്കെ ഉപകരണങ്ങളാണ് അതിന് വേണ്ടത്. ശാരീരിക പരിശോധനയ്ക്ക് വിധേയനാകുന്ന രോഗി ഏതെല്ലാം രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ 3 കാര്യങ്ങളിലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ അഥവാ അണുബാധ എങ്ങനെ തടയാം. അത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. ബാക്കി 3 നമുക്ക് ഈ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. ദ ഫസ്റ്റ് ഈസ് പ്രിപ്പയറിംഗ് ദ എൻവയോൺമെന്റ്. ശാരീരിക പരിശോധന നടക്കുന്ന ചുറ്റുപാട് അഥവാ സ്ഥലം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദ ഏരിയ ഷുഡ് ബി വെൽ ലൈറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ്. എക്യുപ്മെന്റ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ഓർഡർ. Bystanders should not be present unless the client demands. Area should be well lighted and ventilated. സാധാരണ ആശുപത്രികളിൽ ഇതിനുവേണ്ടി പ്രത്യേക ഒരു മുറി തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു സ്ഥലമായിരിക്കും. ഏതായാലും the area should be well lighted and ventilated. നല്ല വെളിച്ചവും വായു സഞ്ചാരവുമുള്ള സ്ഥലമായിരിക്കണം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. Equipment should be arranged in order. വളരെ ക്രമമായി അതിനാവശ്യമുള്ള എക്യുപ്മെന്റ്സ് അഥവാ ഉപകരണങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കണം. Bystanders should not be present unless the client demands. സാധാരണയായി ശാരീരിക പരിശോധന നടത്തുന്ന വരുന്ന ആരെയും അവിടെ അനുവദിക്കാറില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ വരുന്ന ഒരാളെ നമുക്ക് നിർത്താം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശാരീരിക പരിശോധനയ്ക്ക് വിധേയനാകുന്ന വ്യക്തി സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഫിസിഷ്യനോ നഴ്സിംഗ് സ്റ്റാഫോ ഒരാൾ സ്ത്രീ ആയിരിക്കണം. അത് നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിപ്പയറിംഗ് ദ എക്യുപ്മെന്റ്സ് അഥവാ ഉപകരണങ്ങൾ. ധാരാളം ഉപകരണങ്ങൾ ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആവശ്യമായിട്ടുണ്ട്. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ തോന്നും. നിങ്ങൾ ലാബിലും ക്ലിനിക്കിലും എത്തുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് നേരിൽ പരിചയപ്പെടാൻ പറ്റും. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അഥവാ ആർട്ടിക്കിൾസ് എന്ന് നോക്കാം. സ്പിഗ്മോ മാനോമീറ്റർ ടു മെഷർ BP, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. TPR tape to assess the vital signs, temperature, pulse, respiration, ഇവ അസസ് ചെയ്യുന്നതിന് വേണ്ടി. സ്റ്റെതസ്കോപ്പ് ടു ലിസൺ ദ ബോഡി സൗണ്ട്സ്, ഓസ്കൾട്ടേഷനിലൂടെ ശരീരത്തിന്റെ സൗണ്ട് അറിയുന്നതിന് വേണ്ടി, ശരീരത്തിനുള്ളിലെ സൗണ്ട് അറിയുന്നതിന് വേണ്ടി. ഫീറ്റോസ്കോപ്പ്, ഇത് ശാരീരിക പരിശോധനയ്ക്ക് വിധേയനാകുന്ന രോഗി സ്ത്രീ ആണെങ്കിൽ മാത്രമേ ഇത് ബാധകമാവുന്നുള്ളൂ. ടു ലിസൺ ടു ദ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്, ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നതിന് വേണ്ടി. ടങ് ഡിപ്രസർ ടു എക്സാമിൻ ദ മൗത്ത് ആൻഡ് ത്രോട്ട്,
വായുടെ ഉൾവശം പരിശോധിക്കുന്നതിന് വേണ്ടി. ഫെറിഞ്ചൽ റിട്രാക്ടർ ടു എക്സാമിൻ ദ ഫാരിങ്സ്, തൊണ്ടയ്ക്ക് താഴെ പരിശോധിക്കുന്നതിന് വേണ്ടി. ലാരിഞ്ചോസ്കോപ്പ് ടു എക്സാമിൻ ദ ലാരിങ്സ്, ലാരിങ്സ് അഥവാ സൗണ്ട് ബോക്സ് എന്ന് നമ്മൾ പറയും, പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാരിഞ്ചോസ്കോപ്പ്. ടേപ്പ് മെഷർ ടു മെഷർ ഹൈറ്റ്, വെയിറ്റ് ആൻഡ് അബ്ഡോമിനൽ സർക്കംഫറൻസ്, നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ പരിശോധിക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറ്റും വെയിറ്റും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി. ഫ്ലാഷ് ലൈറ്റ് ടു വിഷ്വലൈസ് എനി ബോഡി പാർട്ട്, ശരീരത്തിന്റെ ഏത് ഭാഗവും കാണുന്നതിന് വേണ്ടി. വെയിങ് മെഷീൻ ടു ചെക്ക് വെയിറ്റ്, വെയിറ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഒഫ്താൽമോസ്കോപ്പ് ടു എക്സാമിൻ ദ ഇന്നർ പാർട്ട് ഓഫ് ഐബോൾ, കണ്ണിന്റെ ഉൾവശം പരിശോധിക്കുന്നതിന് വേണ്ടി. ഓട്ടോസ്കോപ്പ് ടു എക്സാമിൻ ദ ഇയർ, ചെവി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ട്യൂണിംഗ് ഫോർക്ക് ടു എക്സാമിൻ ദ ഹിയറിംഗ്, കേൾവി ശക്തി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ട്യൂണിംഗ് ഫോർക്ക്. നേസൽ സ്പെക്കുലം ടു എക്സാമിൻ ദ നോസ്ട്രിൽസ്, മൂക്കിന് ഉൾവശം പരിശോധിക്കുന്നതിന് വേണ്ടി. പെർക്കഷൻ ഹാമർ ടു ടെസ്റ്റ് റിഫ്ലെക്സസ്, നമ്മുടെ ന്യൂറോളജിക്കൽ റിഫ്ലെക്സസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെർക്കഷൻ ഹാമർ. പ്രോക്ടോസ്കോപ്പ് ടു എക്സാമിൻ ദ റെക്ടം, റെക്ടം പരിശോധിക്കാനാണ്. ഗ്ലൗസ് ടു എക്സാമിൻ ഇന്റേർണലി, നമ്മുടെ ശരീരത്തിന്റെ ഉൾവശം എവിടെ പരിശോധിക്കാനാണെങ്കിലും നേരത്തെ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പറഞ്ഞല്ലോ, അതിന്റെ ഭാഗമായി ഗ്ലൗസ് ഉപയോഗിക്കണം. സ്റ്റെറൈൽ സ്പെസിമെൻ ബോട്ടിൽസ്, ഈ പരിശോധനയുടെ ഭാഗമായി ഏതെങ്കിലും സ്പെസിമെൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സെക്രീഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെസിമെൻ ബോട്ടിൽസ്. ഇത്രയും കോമൺ ആയിട്ടുള്ളതാണ്. ഇനി ഓരോ സിസ്റ്റമും പരിശോധിക്കുന്നുണ്ടെങ്കിൽ അതാത് സിസ്റ്റത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്, അത് ഫിസിഷ്യൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് അതും സെറ്റ് ചെയ്ത് കൊടുക്കണം. പ്രിപ്പയറിംഗ് ദ ക്ലൈന്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ശാരീരിക പരിശോധനയ്ക്ക് വിധേയനാകുന്ന രോഗിയുടെ സഹകരണത്തിൽ മാത്രമേ നമുക്ക് പരിശോധന സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ, റിമെയിൻ കാം, allow the client to feel free to ask questions, comfortable positioning, dress and drape the client properly, provide privacy. Explain the procedure. ശാരീരിക പരിശോധനയിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇരുന്ന് ചെയ്യുന്നതുണ്ട്, കിടന്ന് ചെയ്യുന്നതുണ്ട്. ഈ വക കാര്യങ്ങൾ അതിന്റെ ക്രമത്തിന് രോഗിക്ക് ആദ്യമേ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ടു വിൻ ദ കോൺഫിഡൻസ് ആൻഡ് കോപ്പറേഷൻ ഓഫ് ദ പേഷ്യന്റ്, രോഗിയുടെ സഹകരണത്തിന് വേണ്ടിയിട്ടാണ്. റിമൈൻ കാം, രോഗിയുടെ മുന്നിൽ ഒരിക്കലും വെപ്രാളം കാണിക്കരുത്. നമ്മൾ ആർട്ടിക്കിൾസും എൻവയോൺമെന്റും നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ യു ക്യാൻ റിമൈൻ കാം. കാരണം ശാരീരിക പരിശോധനയ്ക്ക് വിധേയനാകുന്ന രോഗി നമ്മുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഓരോ പരിഭ്രമവും രോഗിക്ക് ആശങ്ക കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് ആർട്ടിക്കിൾസും എൻവയോൺമെന്റും എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ആയിരിക്കണം നമ്മളും അവിടെ നിൽക്കേണ്ടത്. അലോ ദ ക്ലൈന്റ് ടു ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, രോഗിക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കാൻ അനുവദിക്കണം. നമ്മൾ പറയുന്ന ഉത്തരം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം. അതായത് മെഡിക്കൽ ടേംസോ ടെക്നിക്കൽ ടേംസോ ഒന്നും ഉപയോഗിച്ച് ഉത്തരം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ചോദിക്കാനൊരു പേടിയുണ്ടാവും, പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട്. അവരുടെ ഭാഷയിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കംഫർട്ടബിൾ പൊസിഷനിങ്, അതായത് ശരീരം ആയാസകരമായ രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള തെറാപ്യൂട്ടിക് പൊസിഷൻസ് ഉണ്ട്. തെറാപ്യൂട്ടിക് പൊസിഷൻസ് നമുക്കൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ രീതിയിൽ ഓരോ സിസ്റ്റമിനും ആവശ്യമായിട്ടുള്ള പൊസിഷൻ നമ്മൾ വളരെ കംഫർട്ടബിളായി ആയാസരഹിതമായി രോഗിയെ കിടത്തേണ്ടതുണ്ട്. ഡ്രസ് ആൻഡ് ഡ്രേപ്പ് ദ ക്ലൈന്റ് പ്രോപ്പർലി, നമ്മുടെ ശരീര പരിശോധനയ്ക്ക് ആവശ്യമുള്ള ശരീരഭാഗം മാത്രം പുറത്ത് കാണുന്ന രീതിയിലായിരിക്കണം. ബാക്കിയുള്ള ശരീരഭാഗം ലിനനോ ടവലോ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ഡ്രേപ്പ് ചെയ്തേക്കണം, കവർ ചെയ്തേക്കണം. ആവശ്യമുള്ള ഭാഗം മാത്രമേ എക്സ്പോസ് ചെയ്യാൻ പാടുള്ളൂ. പ്രൊവൈഡ് പ്രൈവസി, രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുക. ഒരു പ്രത്യേക മുറിയിൽ വെച്ചാണ് ശാരീരിക പരിശോധന നടത്തുന്നതെങ്കിൽ അത് ഓക്കെയാണ്. അതല്ല, ഒരു മുറിയുടെ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഒരു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്ത് അവരുടെ പ്രൈവസി നമ്മൾ ഉറപ്പാക്കണം. ഇത്രയും കാര്യങ്ങളാണ്
രോഗിയുടെ ഫിസിക്കലിയും സൈക്കോളജിക്കലുമായിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി ചെയ്യേണ്ടത്. Explain the procedure, remain calm, allow the client to feel free to ask questions, comfortable positioning, dress and drape the client properly, and provide privacy. ഇനി നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷന്റെ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്പെക്ഷൻ, ലുക്ക് ഓർ ഇൻസ്പെക്ട്, പാൽപേഷൻ, ഫീൽ വിത്ത് ഹാൻഡ്, പെർക്കഷൻ, ടാപ്പ് വിത്ത് ഹാൻഡ്, ഓസ്കൾട്ടേഷൻ, ലിസൺ ആൻഡ് മാനിപ്പുലേഷൻ. ഇവ 5ഉമാണ് ഫിസിക്കൽ എക്സാമിനേഷന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ്. ഓരോ സിസ്റ്റമിനും ഇതിൽ പ്രത്യേകമായ ഏതെങ്കിലും ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ പല ടെക്നിക്കുകൾ ഒരുമിച്ചോ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വിശദമായി നോക്കാം. ഇൻസ്പെക്ഷൻ. Systematic visual examination of the client or the process of performing the deliberate purposeful observation in a systemic manner. Purposeful observation. നമ്മൾ നേരത്തെ പറഞ്ഞു, രോഗി നമ്മളോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ നോക്കിക്കണ്ട് പരിശോധിക്കുന്നതാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. The close and careful visual examination of the client. വളരെ അടുത്ത് നിന്നുള്ള പരിശോധന. ഓവറോൾ അപ്പിയറൻസ്, സൈൻസ് ഓഫ് ഡിസ്ട്രസ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് മൂഡ്. ഫേഷ്യൽ എക്സ്പ്രഷൻ, അവർ ഹാപ്പി ആണോ അതോ ഡിപ്രസ്ഡ് ആണോ, ബോഡി സൈസ്ഡ്, വെൽ നറിഷ്ഡ് ആണോ അതോ ശോഷിച്ച ആളാണോ, അണ്ടർ നറിഷ്ഡ് ആണോ. ഗ്രൂമിംഗ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ, അവരുടെ വ്യക്തി ശുചിത്വം, അതുപോലെ തന്നെ വസ്ത്രധാരണ രീതി, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് രോഗിയുടെ ഒരു ആകത്തുക നമുക്ക് മനസ്സിലാകും. അതിനു വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷനിൽ തന്നെ നമ്മൾ ജനറൽ ആയിട്ട് ഹെഡ് മുതൽ എല്ലാ എക്സ്ട്രിമിറ്റീസും വരെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ എക്സാമിൻ ചെയ്യും. The next is palpation. Palpation, use of hands and fingers to gather information through touch. തൊട്ടറിഞ്ഞ് പരിശോധിക്കുന്നതാണ്. അതായത് കൈയും കൈവിരലുകളും ഉപയോഗിച്ച് ശരീരത്തിൽ തൊട്ട് പരിശോധിക്കുന്നതാണ്. Texture, moisture, position, size and location of body organs, rigidity and spasticity, അതായത് മസിൽ ടോൺ, ടെൻഡർനെസ് ഓർ പെയിൻ, വേദന എന്തെങ്കിലും ഉണ്ടോ, പാസസ് ഓർ ഫ്ലൂയിഡ് കളക്ഷനോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും മുഴയോ ദശകട്ടിയോ എന്തെങ്കിലും ഉണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളാണ് പാൽപേഷനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തതായി പെർക്കഷൻ. പേര് പോലെ തന്നെ ഇറ്റ് ഈസ് the examination by tapping the fingers on the body to determine the condition of internal organs by the sounds that are produced. It is used to determine whether a structure is air-filled, fluid-filled or solid. അതായത് ശരീരത്തിനകത്ത് എയറോ ഫ്ലൂയിഡോ അല്ലെങ്കിൽ സോളിഡോ ആണോ എന്ന് പുറമേ നിന്ന് നമ്മൾ കൈ കൊണ്ട് കൊട്ടി പരിശോധിക്കുന്നതാണ്. ഈ പടത്തിൽ നിന്നത് വ്യക്തമാണ്. കോമൺ ആയിട്ടും ലങ്സിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ലങ്സിനകത്ത് എയർ ആണോ ഫ്ലൂയിഡ് എന്തെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാനായിട്ട് പെർക്കഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓസ്കൾട്ടേഷൻ. ലിസണിംഗ് ടു ദി സൗണ്ട്സ് ജനറേറ്റഡ് വിതിൻ ദ ബോഡി വിത്ത് എ സ്റ്റെതസ്കോപ്പ്. ഒരു സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന ഹൃദയമിടിപ്പ് അതുപോലെ മറ്റു പല സൗണ്ടുകളും കേൾക്കുന്ന പ്രക്രിയയാണ് ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേറ്റ് ഫോർ പിച്ച്, loudness, quality and duration. The final one is manipulation. Moving of a part of the body to note its flexibility. അതായത് നമ്മുടെ ശരീരത്തിനകത്തോ ശരീരത്തിന്റെ ഭാഗത്തിൽ എവിടെയെങ്കിലും ചെറിയ മുഴകളോ ദശക്കട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ചലനാത്മകത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് മാനിപ്പുലേഷൻ. ഇവ 5ഉമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ടെക്നിക്സ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തത് ഫിസിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട റോളുകൾ എന്തൊക്കെയായിരുന്നു? ഫിസിക്കൽ എക്സാമിനേഷനിൽ പ്രിപ്പറേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്, ചുറ്റുപാടുകൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, വെൽ ലൈറ്റഡ് ആയിരിക്കണം, വെന്റിലേറ്റഡ് ആയിരിക്കണം, സെപ്പറേറ്റ് ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഉണ്ടായിരിക്കണം, ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. പ്രിപ്പറേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്, ആർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ റീയൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടായിരിക്കണം ഉപയോഗശേഷം വെക്കാൻ. അല്ല
ഡിസ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യാനുള്ള വേസ്റ്റ് ബിൻ ഒക്കെ ഉണ്ടായിരിക്കണം. ഈ വക കാര്യങ്ങളാണ് എക്യുപ്മെന്റ് പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് ക്ലയന്റിന്റെ ശാരീരികമായും മാനസികമായിട്ടും ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ ഉണ്ട്. അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് വളരെ പിരിമുറുക്കം കുറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ സംജാതമാവണം. രോഗി വളരെ ഭംഗിയായി നമ്മളോട് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്രൈവസി ഉറപ്പുവരുത്തുക, അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുക, ആവശ്യമുള്ള ശരീരഭാഗം മാത്രം എക്സ്പോസ് ചെയ്യുക. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളിലാണ് ഫിസിക്കൽ എക്സാമിനേഷനിൽ GDക്ക് പ്രധാനമായ റോളുള്ളത്. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ടെക്നിക്സ് എന്തൊക്കെയായിരുന്നു? ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ, മാനിപ്പുലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതോടൊപ്പം ഒരു അസൈൻമെന്റ് ഉണ്ട്. You need to prepare a checklist on articles or equipments used for physical examination. Physical examinationൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് ഒരു 3 കോളം ആയിട്ട് എഴുതണം. ആർട്ടിക്കിൾസിന്റെ പേര്, നെയിം ഓഫ് ആർട്ടിക്കിൾ, പർപ്പസ്, അതിന്റെ ആവശ്യകത, പിക്ചറായിട്ട് തന്നെ ഒട്ടിക്കണമെന്നില്ല, നിങ്ങൾ വരച്ചാലും മതി. നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ആർട്ടിക്കിൾസ് നിങ്ങൾ ഇവിടെ കളക്ട് ചെയ്ത് എഴുതുകയും പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിക്കുകയും വേണം. എന്നിട്ട് ഇവയെല്ലാം നമുക്ക് ലാബിൽ വരുന്ന സമയത്ത് നേരിൽ കണ്ട് പരിചയപ്പെടാം. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.